ഗീതാമൃതം. വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഭയത്തോടു കൂടി ഭഗവാനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, രാജാവേ ഇനിയെങ്കിലും നന്നാവൂ, ധൃതരാഷ്ട്രേ ഇത്രയൊക്കെ കിട്ടിയതും പോരെ. ആ അർത്ഥത്തിൽ സഞ്ജയൻ പറയുകയാണ്, അർജുന ഉപാച. വേറെയും പറയാം, നിങ്ങളുടെ മക്കളുടെ കാര്യം പോക്കാണ് ധൃതരാഷ്ട്രേ. ഇവിടെ നിൽക്കുന്ന ആൾ ആരാന്ന് ഭയങ്കര പെരുത്ത സാധനമാണ് ഇരിക്കുന്നത്. വിശ്വം മുഴുവൻ പറഞ്ഞു നിൽക്കുക. ആൾ ഓൾറെഡി പറഞ്ഞു എല്ലാവരും കൊന്നു വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങളുടെ മക്കളുടെ കാര്യം പോക്കാണ്. ഇനിയെങ്കിലും നന്നാവും, ഇനിയെങ്കിലും തീരുമാനം മാറ്റാൻ ശ്രമിക്കുക. അർജുൻ പറഞ്ഞു, ഋഷികേശ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ അങ്ങയുടെ നാമം കേൾക്കുമ്പോഴേ ഈ പ്രപഞ്ചം മുഴുവൻ സന്തുഷ്ടരാകും. എല്ലാവരും അങ്ങയിൽ ആസക്തനാണ്. സിദ്ധന്മാരെപ്പോഴും അങ്ങയെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. അസുരന്മാരെല്ലാം അങ്ങയെ ഭയപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ പേര് കേട്ടാലേ അവരെല്ലാം ഓടും. അതുകൊണ്ട് അങ്ങ് ഇവരെ കൊന്നാലും ഇല്ലെങ്കിലും അതൊക്കെ അങ്ങയുടെ ഇഷ്ടം. ഭഗവാനെ, ബ്രഹ്മദേവൻ അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല. സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ അങ്ങ് അതിനെക്കാട്ടി എത്രയോ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് അവരൊക്കെ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്ന അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. അങ്ങ് അനന്തനാണ്. എല്ലാ ദേവന്മാരുടെയും ഈശ്വരന്മാരുടെയും ഈശ്വരനാണ്. അങ്ങാണ് എല്ലാവരുടെയും ആശ്രയം. അങ്ങയുടെ എല്ലാത്തിൻ്റെയും സ്രോതസ് അങ്ങയാണ്. എല്ലാ കാരണത്തിൻ്റെയും കാരണം അങ്ങാണ്. എല്ലാ പ്രപഞ്ച സൃഷ്ടിക്കും അപ്പുറത്താണ് അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനാണ്. വീണ്ടും അർജുൻ ഇങ്ങനെ വീണ്ടും, അതായത് എന്ത് പറയണമെന്ന് അറിയത്തില്ല അർജുൻ. അതുകൊണ്ട് പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയും അങ്ങനെ ഒരു അത്ഭുതചകിതനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അങ്ങ് പുരാതനാണ്, എല്ലാവരുടെയും ആശ്രയമാണ്, അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, അങ്ങ് എല്ലാം അറിയുന്നു, എല്ലാവരും അറിയേണ്ടത് അങ്ങേ തന്നെയാണ്, അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അഭയമായിട്ട് നിൽക്കുന്നത്, അനന്തരൂപമായിട്ട് അങ്ങ് തന്നെ നിൽക്കുന്നു, ഈ സർവ്വവ്യാപിയായിട്ട് അങ്ങ് നിൽക്കുന്നു, വായുവായിട്ടും അങ്ങ് തന്നെ നിൽക്കുന്നു, അങ്ങ് തന്നെ പരമനിയന്താവാണ്, അഗ്നിയും അങ്ങ് തന്നെയാണ്, അങ്ങ് ജലമാണ്. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞതാണ്. എങ്ങനെ 8ാമത്തെ അധ്യായത്തിലും 9ാമത്തെ അധ്യായത്തിലും ഒക്കെ ഭഗവാൻ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ അർജുൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. വായു അങ്ങാണ്, അഗ്നി അങ്ങാണ്, ജലം അങ്ങാണ്, ചന്ദ്രനും അങ്ങാണ്, അങ്ങ് തന്നെ ബ്രഹ്മദേവനാണ്, എല്ലാ ജീവജാലങ്ങളായിട്ടും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു, അങ്ങ് പരമപിതാമഹനാണ്, അങ്ങേക്ക് ഞാൻ കൂടാനുകൂടി പ്രാവശ്യം നമസ്കരിക്കുന്നു, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഞാൻ മുന്നിൽ നിന്നും നമസ്കരിക്കുന്നു, പുറകിൽ നിന്നും നമസ്കരിക്കുന്നു, എല്ലാ ദിശകളിൽ നിന്നും നമസ്കരിക്കുന്നു. കാരണം എന്താ, എല്ലാ ദിശകളിലും ഭഗവാൻ നിൽക്കുകയാണ്. സർവശക്തനായിട്ടുള്ള ഭഗവാനെ, അങ്ങ് തന്നെയാണ് ഏറ്റവും സർവശക്തൻ, സർവവ്യാപി അങ്ങ് തന്നെയാണ്, അങ്ങ് തന്നെയാണ് എല്ലാം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഭഗവാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ഞാനാണ് അർജുന എന്ന് പറഞ്ഞു. ഇപ്പോൾ അർജുൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പറയത്തില്ലേ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്? കാണാൻ യോഗ്യത വേണം അല്ലേ? കാരണം എന്താണ്, അർജുൻ ഭക്തനായതുകൊണ്ട് ഭഗവാൻ ആദ്യം പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഭഗവാൻ അത് കാണിച്ചു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന്. എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹം എങ്ങനെയാണ്, എല്ലാം അദ്ദേഹത്തിലേക്ക് തന്നെ ലയിക്കുന്നത് എങ്ങനെയാണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇത് ആരാ എഴുതിയത്? വ്യാസമഹർഷി. മഹാഭാരതത്തിൽ വരുന്നതാണ് ഭഗവത്ഗീത. അത് അദ്ദേഹം ചുമ്മാ എഴുതി തള്ളിയതൊന്നുമല്ല. ചുമ്മാ ഓക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രം തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് എഴുതിയതല്ല. അദ്ദേഹം എല്ലാം ഇത് റെക്കോർഡ് ചെയ്തതാണ്. എങ്ങനെയാണോ നമ്മൾ ഈ ന്യൂസൊക്കെ കണ്ടിട്ട് ഓക്കെ ഈ ഡേറ്റിന് ഈ ടൈം ഈ സ്ഥലം ഇത് നടന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ ഇത് നടന്നതാണ്. അന്നേരം അർജുൻ കണ്ടു ഭഗവാനെ വിരാട് രൂപത്തിൽ, സർവ്വവ്യാപിയായിട്ട് എല്ലാം നിയന്ത്രിക്കുന്നതായിട്ട് കണ്ടു. ഇനി ആ രൂപം നമുക്ക് കാണണമെങ്കിൽ അർജുനെ പോലുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. ഭഗവാനോട് അസൂയ പാടില്ല, അർജുനെ പോലെ ഭക്തി വേണം. അതൊക്കെ സാധ്യമാണോ? ഇല്ല. അന്നേരം അർജുൻ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം. ഇപ്പം എങ്ങനെയാണോ നമ്മുടെ അച്ഛൻ ആരാണെന്ന് നമ്മുടെ അമ്മ പറയുന്നത്, നമ്മളത് വിശ്വസിക്കുന്നു, ആധികാരികമായിട്ടുള്ള സ്രോതസ്സ്. അതേപോലെ തന്നെ ഭഗവത്ഗീത നമ്മുടെ സനാതന ധർമ്മം ആചരിക്കുന്നവരുടെ ധാർമ്മിക ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതിൽ അർജുൻ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ ഇതൊന്നും സാങ്കല്പികമല്ല. പല വിഡ്ഢികളും ഭഗവത്ഗീത പഠിച്ചിട്ടും ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ആൾക്കാരും പറയും, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം വൈരാഗ്യമൊക്കെ ഉദ്വേഗിപ്പിക്കാൻ വേണ്ടി സാങ്കല്പികമാണ്, കുരുക്ഷേത്രമൊന്നും ഇല്ല, അർജുൻ്റെ ഒന്നും ഇല്ല, ഇതൊക്കെ സാങ്കല്പികമാണ്, ഇതൊക്കെ അങ്ങനെയൊന്നും അല്ല, യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ മണ്ട ശിരോമണികൾ പറയുന്നതാണ്.